ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ അയ്യോ ഇതങ്ങനെയല്ല എൻ്റെ റിലേഷൻഷിപ്പ് പോകുന്നത്, അപ്പോൾ ഇതൊന്ന് ഓക്കെ ആക്കിയാൽ കൊള്ളാം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെയാണ് നല്ലതായിരിക്കുക. അപ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഉദ്ദേശിക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്. ഇപ്പോൾ ചില ആളുകൾ എങ്ങനെയാണെന്നറിയോ, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ വഴക്കൊക്കെ വരുന്ന സമയത്ത് പറയുന്ന കാര്യമാണ് നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാം, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ, അതായത് ബ്രേക്കപ്പ് ആവാം എന്നുള്ള രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക, നമ്മളോടിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മുടെ മൈൻഡിൽ ആ കാര്യം കയറും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്നത് അക്സെപ്റ്റ് ചെയ്യും, അതായത് ബ്രേക്കപ്പ് ആയപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് തിരിച്ചും സംഭവിക്കുക. നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യും, ഓക്കെ ഇന്ന് ബ്രേക്കപ്പ് ആവാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് അവരുടെ ചിന്ത മാറി തുടങ്ങും എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ ബ്രേക്കപ്പ് ആയാൽ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ബ്രേക്കപ്പ് ആവാൻ ചിലപ്പോൾ അവർ തന്നെ മുൻകൈ എടുക്കും എന്നുള്ളതാണ്. ശരി വേണ്ട എന്നിപ്പോൾ കുറേ ഇങ്ങനെ പറയുന്നവരോട്ട് ബ്രേക്കപ്പ് ആയേക്കാം എന്നവർ പറയും. അപ്പം അതാണോ നമുക്ക് വേണ്ടത്? അല്ല, നമുക്കൊരു നല്ല റിലേഷൻഷിപ്പാണ് വേണ്ടത്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ബ്രേക്കപ്പ് ആവാമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ രണ്ടുപേർക്കും ഉണ്ടായിരിക്കും, മിസ്റ്റേക്സ് രണ്ടുപേരും ചെയ്യുന്നുണ്ടായിരിക്കും. ഒരാൾ മാത്രം നല്ലത്, മറ്റാൾ മാത്രം എപ്പോഴും തെറ്റ് ചെയ്യുന്ന ആൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി പറയുക എന്നുള്ളതാണ്. അത് ഒരു നല്ലൊരു മീൻസ് എല്ലാവരും ചെയ്യേണ്ട ഒരു മര്യാദയുള്ളൊരു കാര്യമല്ലേ. നമ്മളിപ്പോൾ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി സോറി പറയാം, അത് വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ സോറി പറയാൻ മനസ്സ് കാണിക്കുക. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്, പിന്നെ സോറി എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നമല്ല എന്ന് പറഞ്ഞിരുന്ന കാര്യമൊന്നുമില്ല. അവർ മനുഷ്യനാണ്, അവരുടെ മനസ്സും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സോറി പറയാ എന്നുള്ളതാണ്. ഈ സോറി പറയുമ്പോൾ നമ്മൾ അവരെ വിലമതിക്കുന്നുണ്ട് എന്നൊരർത്ഥവും കൂടി അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. കുറച്ചൊക്കെ കണ്ട് ക്ഷമിച്ച് കൊടുത്തേക്കാം. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ സോറി വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ കാര്യം അവിടെ കഴിഞ്ഞു, പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഊതി വലിപ്പിക്കാതിരിക്കുക, മീൻസ് വലിയതാക്കി മാറ്റരുത് എന്നുള്ളതാണ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് അവിടെ വിട്ട് കളയാൻ ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് അവരുടെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ കുത്തി പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നല്ലതേ അല്ല, അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, പക്ഷെ അത് അവരെ വേദനിപ്പിക്കാത്ത രീതിയിലാണ് നിങ്ങൾ പറയേണ്ടത്. അതായത് ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത്, ഇപ്പം നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നു, അപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞില്ല, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. അപ്പം നിങ്ങൾ പറയുകയാണ്, ഞാൻ ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ എന്നെ ശ്രദ്ധിച്ചു പോലും ഇല്ലല്ലോ, എടുത്തൊരു വാക്ക് ഭംഗിയുണ്ടെന്നൊരു വാക്ക് എന്നോട് പറഞ്ഞോ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പറയാം, അയ്യോ ഞാൻ ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ നീ ഭംഗിയുണ്ടെന്ന് പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷമായിരുന്നു കേട്ടോ എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് പറയാം, അപ്പം ഇനി ഞാൻ ഡ്രസ്സ് ചെയ്ത് മീൻസ് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്ന സമയത്ത് എന്നോട് അങ്ങനെ പറയുമോ, എനിക്ക് അങ്ങനെ കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു റിക്വസ്റ്റ് ആണ്. സോ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ പരാതി പറയുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, പരാതികളായിട്ട് പറയാതിരിക്കുക, റിക്വസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വലിയൊരു പ്രശ്നമായിട്ടൊന്നും മാറ്റാതിരിക്കുക, അപ്പം പറഞ്ഞ് ഒത്തുതീർപ്പാക്കുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നിരിക്കുമ്പോൾ ഓക്കെ അല്ല എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളോട് അവർ ചോദിക്കുകയാണ് നീ ഓക്കെ ആണോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണ് എന്ന് പറയും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും വരരുത്, അല്ലെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്ന് പറയണ്ടാവുക. പക്ഷെ അങ്ങനെ പറയുന്നത് ഒരിക്കലും നല്ലതല്ല. നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങളുടെ മനസ്സിൽ വിഷമം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയാം, ഞാൻ ഓക്കെ അല്ല എന്നുള്ള കാര്യം തുറന്നു പറയാം. ഇവിടെ വേറൊരു കാര്യം സംഭവിക്കുക എന്താണെന്നറിയോ, നമ്മൾ വിചാരിക്കാൻ നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വീണ്ടും അവർ ചോദിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, വീണ്ടും ചോദിക്കും, ഒരു 4-5 പ്രാവശ്യം ചോദിക്കുമ്പോൾ അങ്ങോട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നുള്ളത്. നമ്മൾ ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ അവരത് വിശ്വസിക്കും. ചിലപ്പോൾ അവരുടെ മനസ്സിൽ തോന്നും, അല്ല ആൾക്ക് എന്തോ ഓക്കെ അല്ല, ആൾക്ക് എന്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് അവരുടെ മനസ്സിൽ തോന്നും. പക്ഷെ നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്ന സമയത്ത് അവരെന്താ വിചാരിക്കുക വെച്ച് കഴിഞ്ഞാൽ
അപ്പൊ ചിലപ്പോൾ തുറന്ന് പറയാൻ മനസ്സുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ ചോദിക്കില്ല, വിട്ടുകളയും. പക്ഷെ അവർ ചോദിച്ചില്ല എന്നുള്ളൊരു കാരണവും നമ്മുടെ മനസ്സിൽ പിന്നെ അങ്ങനെ കിടന്ന് ഇങ്ങനെ വലുതാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് നമ്മളോട് സ്നേഹക്കുറവുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും. അതും നല്ലതല്ല ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ഓക്കെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ അല്ല എന്നുള്ളത് തുറന്നു പറയാ. അതൊരിക്കലും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല, അതിനെ മടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും ഭയങ്കര നല്ല ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാക്കി മാറ്റാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും പകുതിയിൽ കൂടുതൽ മീൻസ് നിങ്ങൾക്ക് ഏകദേശമൊക്കെ ആ റിലേഷൻഷിപ്പ് ഇപ്പം നിലവിലുള്ളതിനേക്കാൾ മനോഹരമാക്കിയിട്ട് മാറ്റാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്ടങ്ങൾ കൂടും, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കൂടും, മനസ്സിലാക്കൽ കൂടും. അങ്ങനെയാകുമ്പോൾ പ്രണയവും കൂടും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്കൊരു നല്ല റിലേഷൻഷിപ്പിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്